കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമ്മുടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ നമ്മളോട് ചോദിച്ചു കമൻറ്റിലൂടെ, ഗുരുവായൂരിൽ എളുപ്പത്തിൽ ചെയ്യാം എന്തെല്ലാം വഴിപാടുകളാണ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന്. അപ്പോൾ ആ ഭക്തൻ അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് തോന്നി അത് എല്ലാവരിലേക്കും എത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്താലോ എന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വഴിപാടുകളെ പറ്റിയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കയറ് വഴിപാട് പല ഭക്തർക്കും നമ്മൾ കയറ് വഴിപാട്, കയറ് കൊടുന്ന് വെക്കുന്നതൊക്കെ കാണുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ, അതായത് നമ്മുടെ ഭഗവാന് കയറ് വഴിപാട് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊന്നും അറിയില്ല. കയറ് വഴിപാട് ചെയ്യുന്നത് ശ്വാസസംബന്ധമായ രോഗങ്ങൾക്ക് ചെയ്യുന്ന ഒരു വഴിപാടാണ്. അതാ എന്താ പറഞ്ഞ മാതിരി നമുക്ക് ചിലവ് അധികം ചിലവില്ലാത്ത വിധത്തിലുള്ള ഒരു വഴിപാടാണ്. ചിലവിനുപരി അത് അത്രയും ഫലപ്രാപ്തിയുള്ള ഒരു വഴിപാടാണ്. നമ്മളെ ശ്വാസം മുട്ടൽ, ശ്വാസസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഭഗവാനെ നന്നായി മനസ്സിൽ വിചാരിച്ച് ഞാൻ ഭഗവാനെ കയറിൻ്റെ ഈ വയ്യായ മാറിക്കഴിഞ്ഞ് ഞാൻ കയറ് കൊടുന്ന് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഭക്തിയോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ അസുഖം പൂർണ്ണമായും മാറുമെന്നാണ് വിശ്വാസം. അതിനൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൻ്റെ ഒരു കുസൃതി എന്ന് തന്നെ പറയാം. കണ്ണൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മുടെ യശോദാമ്മേനെ കുസൃതിയിലൂടെ. അങ്ങനെ ഒരു ദിവസം എന്തോ ഒരു കുറുമ്പ് കാണിച്ചിട്ട് യശോദാമ്മനെ ഓടിക്കുകയാണ്. എത്ര ഓടിയിട്ടും ഭഗവാന്റെ അടുത്തെത്താൻ യശോദാമ്മയ്ക്ക് കഴിയണില്ല. ഒരുപാട് ഓടിയിട്ട് ലാസ്റ്റ് യശോദാമ്മയ്ക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയാണ്. ആ ശ്വാസതടസ്സം ഉണ്ടായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ യശോദാമ്മ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അമ്മേ എനിക്ക് ആ കയറെടുത്ത് തരൂ. അങ്ങനെ ആ കയറ് യശോദാമ്മ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ഭഗവാന് നീട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ കുസൃതിയുള്ള കുറുമ്പനായ കണ്ണനെ അത് നീട്ടിക്കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് യശോദാമ്മയുടെ ആ ശ്വാസം മുട്ടൽ മാറി എന്നാണ് ഒരൈതിഹ്യം. പിന്നെ അടുത്ത വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് വഴിപാടാണ്. പലരും കടുക് വഴിപാട് നേരുന്നത് എന്തിനാന്ന് അവർക്കൊന്നും അറിയില്ല. കടുകുണ്ട്, അതുപോലെ പല വഴിപാടുകളും ഏതിന് എന്നുള്ളത് അറിയില്ല. അപ്പോൾ കടുക് വഴിപാട് എന്തിനാ നേരുന്നതെന്ന് വെച്ചാൽ കലഹങ്ങൾ മാറാൻ, കുടുംബത്തിലുള്ള കലഹങ്ങൾ മാറാൻ. അത് ദാമ്പത്യ കലഹമാവാം, വീട്ടിലുള്ള പലരും, അതായത് കൂട്ടുകാർ തമ്മിലാവാം, അങ്ങനെ പലതരത്തിലുണ്ടാവില്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ, പിന്നെ അമ്മയും മക്കളും തമ്മിൽ, അങ്ങനെ പലതരം കലഹങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കലഹങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കലഹങ്ങൾക്ക് ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് നേരുന്ന വഴിപാടാണ് കടുക് വഴിപാട്. അതുപോലെ ചേന വഴിപാട് നേരുന്നത് ഭഗവാന് ഈ പറഞ്ഞ മാതിരി ത്വക്ക് രോഗങ്ങൾക്കാണ് ചേന വഴിപാട് നേരുന്നത്. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ചേന വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ഭഗവാനെ നന്നായി മനസ്സിൽ വിചാരിച്ച് ഭക്തിയോട് കൂടിയിട്ട് ചേന വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ത്വക്ക് രോഗ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശമനമുണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ ചൊറി, ചെരങ്ങ്, അതുപോലെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഓരോ ഇതുണ്ട്. ത്വക്കിൻ്റേതായ രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചേന വഴിപാടാണ് നേരുന്നത്. അടുത്തത് നമ്മുടെ ചൂല് വഴിപാടാണ്. പലരും അവിടെ ചൂല് കൊടുന്നു വയ്ക്കുന്നത് കാണുമ്പോൾ എന്നോടടക്കം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഇതെന്തിനാണ് ഇവിടെ അമ്പലത്തിലെ
അടിച്ചു പോരാനുള്ള ചൂലാണോ ഈ കൊടന്ന് കൊടുക്കുന്നത് എന്ന്. അതൊന്നും അല്ല കേട്ടോ. ചൂലിൻ്റെ പിന്നിൽ നല്ലൊരു കാര്യമുണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ആർക്കും മുടി കമ്മിയുള്ള ആളുകളാണ് മിക്കവാറും ആളുകൾ. കാരണം എന്താ വെച്ചാൽ മുടി കൊഴിയണു, മുടിക്ക് ബലമില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. ഇന്ന് മുടീനെ പലതരം എണ്ണകളൊക്കെ വാങ്ങി തേച്ചിട്ടും ഫലം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ. അപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ചൂല് വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ഭഗവാന് മുടി വളരും എന്നാണ്. അത് മുടി വളരാൻ വേണ്ടി ഏറ്റവും നല്ലൊരു വഴിപാടായിട്ട് ഭഗവാന് നേരുന്നതാണ് ചൂല് വഴിപാട്. മുടി വളരാൻ വേണ്ടിയിട്ട് ചൂല് വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് തെങ്ങിൻ്റെ ഓല നമ്മൾ തന്നെ ചീന്തി ചൂലാക്കി ഭഗവാന് കൊണ്ടുവരികയാണെങ്കിൽ അത് അതിവിശേഷമാണ്. നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചൂല് ചീന്തി നമ്മൾക്കത് വൃത്തിയാക്കിയിട്ട് ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാങ്ങാൻ കിട്ടും. അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് വെച്ചാലും മതി. അതെന്തായാലും ചെയ്യൂ കേട്ടോ. മുടി വളരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അത് 100% ഉറപ്പാണ്. ഇനി അടുത്ത വഴിപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടിന് ഉപയോഗിക്കുന്ന, അതായത് വെള്ളം കൊണ്ടുള്ള വെള്ളം വഴിപാടാണ്. അതായത് നമ്മൾ നീർക്കെട്ടുള്ള ആളുകൾക്കൊക്കെ, ഒരുവിധ ആളുകൾക്കൊക്കെ നീർക്കെട്ടാണ്. ഇന്ന് മഞ്ഞ് കൊണ്ട, വെയിൽ കൊണ്ട ഒക്കെ നീർക്കെട്ടാണ്. നീർക്കെട്ടുള്ള ആളുകൾക്ക് വെള്ളം കൊണ്ട് തുലാഭാരം അത് അത്യുത്തമമാണ് കേട്ടോ. നീർക്കെട്ടിന് ശമനം കിട്ടാൻ. അതും എങ്ങനത്തെ വെള്ളമെന്നറിയോ? നമ്മുടെ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന നാലമ്പലത്തിനുള്ളിലുള്ള മണിക്കിണറിലെ വെള്ളം കൊണ്ടാണ് നമ്മൾ തുലാഭാരം തൂക്കുക. അത് എന്ത് ഇത് വന്നാലും, അതായത് അത് നീർക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശമനം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എനിക്കുണ്ടായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഭേദമായതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ കാര്യം പറയുന്നത്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. എല്ലാവരും നീർക്കെട്ടുള്ളവരൊക്കെ പിന്നെ മണിക്കിണറിലെ വെള്ളം കൊണ്ട് ആ തുലാഭാരം നടത്തി കഴിഞ്ഞാൽ നീർക്കെട്ട് മാറും എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു. അടുത്ത വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പരീക്ഷകളൊക്കെ വരികയാണ്, കുട്ടികൾക്കൊക്കെ പരീക്ഷകൾ വരികയാണ്. അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ്. അതായത് കുട്ടികൾ നന്നായിട്ട് നമ്മുടെ വിദ്യാഗോപാലനെ സ്മരിച്ച്, അതായത് നമ്മുടെ കൃഷ്ണനെ സ്മരിച്ച് കുറച്ച് പേനകൾ, പുസ്തകങ്ങളൊക്കെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അവിടേക്ക് നേർന്ന് അത് ഭഗവാൻ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അത് വഴിപാട് കൊടുക്കുന്നതിനൊപ്പം വിദ്യാഗോപാല മന്ത്രം കൂടി ചൊല്ലിയാൽ അത് അത്യുത്തമമാണ് കേട്ടോ. വിദ്യയ്ക്ക് നിങ്ങളുടെ എന്താ പറയുക, ഒപ്പം തന്നെ ഭഗവാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാവരിലേക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കൂ. ഇത് നന്നായി ജപിച്ചാൽ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ഇത് ജപിച്ച് കഴിഞ്ഞാൽ, ദിവസവും ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഹരേ കൃഷ്ണ. ഇത് എല്ലാവരിലേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ഹരേ കൃഷ്ണ.